ഹായ് നമസ്കാരം. സുഖമല്ല എല്ലാവർക്കും? നമ്മൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോഴേ ഇന്ന് അടിപൊളി ഒരു സംഭവമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ബാക്കി വന്ന ചോറും ഗോതമ്പ് പൊടിയാണ് ഇന്നത്തെ നമ്മുടെ താരം. ബാക്കി വന്ന ചോറ് എന്ത് ചെയ്യും എന്നാലോചിച്ച് ടെൻഷൻ അടിക്കുന്നവരാണോ നിങ്ങൾ? അപ്പോഴേ ഇങ്ങനെയുള്ള കുറേ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് പൂരി ഉണ്ടാക്കുന്ന വീഡിയോ 2 ദിവസം മുമ്പിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മുടെ എല്ലാവരുടെയും വീഡിയോയിൽ കാണുന്ന ഒരു ചെറിയ ഗ്ലാസ് ഉണ്ടല്ലോ, സ്റ്റീൽ ഗ്ലാസ്. അപ്പോൾ ആ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ചോറാണ് എടുത്തേക്കുന്നത്, പിന്നെ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സിയിലോട്ടിട്ട് നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കുകയാണ്, ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ. രണ്ടുകൂടെ നമ്മളൊന്ന് അരച്ചെടുത്തപ്പോഴത്തേക്ക് ഇത് ആ പുട്ടിൻ്റെ പൊടിയുടെ പാകത്തിനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ടങ്ങ് ഇടാം. എന്നിട്ട് നമ്മൾ കൈവെള്ളം തളിക്കുക, അല്ലെങ്കിൽ 1 സ്പൂണോ 2 സ്പൂണോ വെള്ളം, അതാണ് അതിൻ്റെ അളവ്. അതിൽ കൂടുതലൊന്നും ഒഴിക്കേണ്ട കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കറക്റ്റ് പാകത്തിന് കിട്ടത്തില്ല. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പൂടങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ ഇട്ട് ഇനി നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം. ചോറിൽ ചെറിയൊരു വെള്ളാംശം ഉള്ളതുകൊണ്ട് തന്നെ കൂടുതലായി വെള്ളമൊന്നും ചേർക്കേണ്ട. പിന്നെ നമുക്ക് 1 സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ആവശ്യമുള്ളവർ ഒഴിച്ചാൽ മതി, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അഥവാ നെയ്യല്ല എങ്കിൽ നമുക്ക് എണ്ണയായാലും ഒഴിച്ചു കൊടുക്കാം. ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നീടാണ് കേട്ടോ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത്. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഈ മാവെടുത്തപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളതങ്ങ് പരത്തുകയാണ്. ചപ്പാത്തിക്ക് കറിയായിട്ട് ഒരു മിക്സ് വെജിറ്റബിൾ കറിയായിട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ കറി ഇവിടെ നിന്ന് ആവുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം. സിമ്പിളായിട്ടൊരു വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ ഈ കറി തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറേ ആയി ചപ്പാത്തിയൊക്കെ ചുട്ടിട്ട്, അതുകൊണ്ട് തന്നെ ചപ്പാത്തിയുടെ ഷേപ്പിലൊന്നും വലിയ ഭംഗിയൊന്നും വന്നിട്ടില്ല. 2-3 ആകുമ്പോഴത്തേക്ക് റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും കറിയും റെഡിയായി. നമുക്കിനി ഇത് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റായിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയെന്ന ചോറ് കൊണ്ട് ഇങ്ങനെയും ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.